പ്രകാശം നഗരത്തിന്റെ മുകളിൽ പതിഞ്ഞിറങ്ങുമ്പോൾ നഗരത്തിന്റെ ഹൃദയത്തിൽ ഉയർന്നു നിൽക്കുന്ന സൂര്യകിരൺ കൺവെൻഷൻ സെന്റർ അന്നൊരു സാധാരണ വേദിയായിരുന്നില്ല. സമ്പന്നതയുടെ പ്രൗഢിയെ തുറന്നു കാട്ടുന്ന ഒരു വലിയ ആഘോഷവേദിയായിരുന്നു അത്. പുറത്ത് നിരത്തി പാർക്ക് ചെയ്തിരുന്ന വില കൂടിയ കാറുകളുടെ നീണ്ട നിര തന്നെ അകത്ത് നടക്കാനിരിക്കുന്ന പരിപാടിയുടെ ഭംഗി വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. കാറുകളിൽ നിന്ന് ഇറങ്ങുന്നവരുടെ വേഷവും നടത്തവും എല്ലാം ഒരു മേൽക്കോയ്മയെ പ്രകടിപ്പിച്ചു. സിൽക്ക് സാരികളിലെ മിനുക്കും ആഭരണങ്ങളുടെ തിളക്കവും കോട്ട് സ്യൂട്ടുകളിൽ കൃത്യമായി ഒതുക്കിയ പുരുഷന്മാരുടെ ആത്മവിശ്വാസമുള്ള നടത്തവും എല്ലാം ചേർന്ന് ആ സായാഹ്നത്തെ ഒരു പ്രദർശനമായി മാറ്റിയിരുന്നു. വാതിൽക്കൽ നിന്നിരുന്ന സുരക്ഷാ ജീവനക്കാർ പോലും ഓരോരുത്തരെയും നോക്കുന്ന രീതിയിൽ തന്നെ ഒരു ഭേദമുണ്ടാക്കി. ആർക്കൊക്കെയാണ് ഇതിനകത്തേക്ക് പ്രവേശനമുള്ളത് എന്ന മൗനരേഖ അവിടെ നിലനിന്നിരുന്നു. ഹാളിനകത്ത് വെളിച്ചം മൃദുവായി പടർന്നിരുന്നു. ചാൻലിയറുകളുടെ പ്രകാശം ഓരോ മുഖത്തെയും തിളക്കത്തോടെ തെളിയിച്ചു. സ്റ്റേജിന്റെ പിന്നിൽ വലിയ അക്ഷരങ്ങളിൽ സ്റ്റേറ്റ് ടോപ്പർ ജിയ വർമ്മ എന്ന് തെളിഞ്ഞു നിന്നപ്പോൾ ആ പേരിനൊപ്പം ഒരു കുടുംബത്തിന്റെ അഭിമാനവും പണത്തിന്റെ ശക്തിയും സമൂഹത്തിലെ സ്ഥാനവും ഒത്തുചേർന്ന് നിൽക്കുന്നുവെന്നൊരു തോന്നൽ അവിടെ ഉണ്ടായിരുന്നു. ഓരോ ടേബിളിലും ക്രമമായി നിരത്തിയിരുന്ന പുഷ്പങ്ങളും ഗ്ലാസുകളും സർവീസ് ചെയ്യുന്നവരുടെ നിശബ്ദ ചലനങ്ങൾ എല്ലാം ചേർന്ന് ആ ആഘോഷം ഒരു സന്തോഷമല്ല, ഒരു പ്രഖ്യാപനമാണെന്ന് തോന്നിച്ചു. ആരാണ് ഉയർന്നത്, ആരാണ് താഴ്ന്നത് എന്നൊരു നിശബ്ദ താരതമ്യം തന്നെ ആ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു. ഹാളിന്റെ നടുവിൽ അതിഥികളെ സ്വീകരിച്ചു നിൽക്കുകയായിരുന്നു വിക്രം കേദാർ വർമ്മ. നഗരത്തിലെ പ്രശസ്ത വ്യവസായി. മുഖത്ത് ഒരു നിയന്ത്രിതമായ ചിരിയുണ്ടായിരുന്നു. പക്ഷേ അതിനു പിന്നിൽ മറയ്ക്കാൻ കഴിയാത്ത ഒരു അഹങ്കാരം കലർന്ന അഭിമാനവും. സർ, നിങ്ങളുടെ മകൾ ഈ നഗരത്തിന്റെ അഭിമാനമാണ് എന്നൊരാൾ പറഞ്ഞപ്പോൾ വിക്രം ചെറുതായൊന്ന് ചിരിച്ചു. അവൾ എപ്പോഴും അങ്ങനെയാണ്. ശരിയായ രീതിയിൽ വളർത്തിയാൽ വിജയം സ്വാഭാവികമല്ലേ എന്ന് അദ്ദേഹം മറുപടി നൽകി. ആ വാക്കുകളിൽ ഒളിഞ്ഞിരുന്ന അഹങ്കാരം കേട്ടവർക്ക് മനസ്സിലായെങ്കിലും ആരും പ്രതികരിച്ചില്ല. കാരണം ആ വേദി ആ അഹങ്കാര പ്രകടനത്തിന് സജ്ജമായതായിരുന്നു. ഇത്രയും വലിയ വിജയം എങ്ങനെയാണ് സർ എന്ന മറ്റൊരാളുടെ ചോദ്യത്തിന് ക്രമശീലവും ശരിയായ ജീവിതവുമാണ് പ്രധാനമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഒരു നിമിഷം ഹാളിന്റെ വശത്ത് നിൽക്കുന്ന സാധാരണ ജോലിക്കാരിലേക്ക് തിരിഞ്ഞു. ആ നോട്ടം തന്നെ ഒരു രേഖ വരച്ചു, വ്യത്യാസത്തിന്റെ രേഖ. അതേസമയം മുകളിലെ ഒരു മുറിയിൽ ജിയ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു. സ്കൂൾ യൂണിഫോം ധരിച്ച അവൾക്ക് ഇന്നത്തെ വേദി സാധാരണ ദിനമല്ലെന്ന് വ്യക്തമായിരുന്നു. അവളുടെ കണ്ണുകളിൽ സന്തോഷത്തോടൊപ്പം ഒരു ഭാരം, പറയാനിരിക്കുന്ന വാക്കുകളുടെ ഭാരം. വാതിൽ തുറന്ന് വിക്രം അകത്തേക്ക് വന്നു. ജിയ, ഇന്ന് നിന്റെ ദിവസമാണ്. ആത്മവിശ്വാസത്തോടെ സംസാരിക്കണം. ഈ വിജയത്തിന് പിന്നിൽ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാകണം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ജിയ അദ്ദേഹത്തെ ഒന്ന് നോക്കി. ഒരു നിമിഷം എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും അവൾ നിശബ്ദമായി നിന്നു. നീ ഇന്നത്തെ ഈ വിജയം കൈവരിച്ചത് ഞാൻ കാരണമാണ്, അത് മറക്കരുത് എന്ന മറുപടി അവൾക്ക് ഉള്ളിലൊരു വേദനയായി പതിഞ്ഞു. പക്ഷേ അവൾ ഒന്നും പറഞ്ഞില്ല. താഴെ പരിപാടി ആരംഭിച്ചു. അവതാരകൻ വേദിയിലെത്തി വാക്കുകൾ കൊണ്ട് ആ ആഘോഷത്തിന്റെ ഭംഗി വർണ്ണിച്ചു. കയ്യടികൾ നിറഞ്ഞു. തുടർന്ന് ഇന്നത്തെ പരിപാടിയുടെ പ്രധാന താരത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു, ജിയ വർമ്മ എന്ന പ്രഖ്യാപനത്തോടെ ഹാൾ മുഴുവൻ കയ്യടികളാൽ നിറഞ്ഞു. ജിയ പതുക്കെ സ്റ്റേജിലേക്ക് നടന്നു. ഓരോ ചുവടിലും അവളുടെ ഹൃദയം ശക്തമായി മിടിക്കുന്നുണ്ടായിരുന്നു. താഴെയിരുന്ന വിക്രം അഭിമാനത്തോടെ അവളെ നോക്കി. ഇത് എന്റെ മാത്രം വിജയമാണ് എന്ന ചിന്തയിൽ ജിയ മൈക്ക് പിടിച്ചു. ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. പിന്നെ തുറന്ന് നമസ്കാരം എന്ന് പറഞ്ഞു തുടങ്ങി. അവളുടെ ശബ്ദം ആദ്യം പതുക്കെയായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ അതിന്റെ ശക്തി കൂടി. ഇന്ന് എല്ലാവരും എന്റെ വിജയത്തെ ആഘോഷിക്കുന്നു. എനിക്ക് ലഭിച്ച ജീവിതവും സൗകര്യങ്ങളും തന്നെയാണ് എന്നെ ഇവിടെ എത്തിച്ചതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകും. പക്ഷേ അടുത്ത നിമിഷം അവളുടെ ശബ്ദത്തിലൊരു മാറ്റം. അതെ, അത് സത്യം തന്നെയാണ്. പക്ഷേ എന്റെ വിജയത്തിന് പിന്നിൽ മറ്റൊരാളുണ്ട് എന്ന വാക്കുകൾ ഹാളിൽ മുഴങ്ങുമ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ചു. വിക്രം നേരെയിരുന്നു. മുഖത്ത് ഒരു പ്രതീക്ഷ. ആ ആളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ നിൽക്കുമായിരുന്നില്ല എന്ന് ജിയ പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു നിമിഷം ശ്വാസം പിടിച്ച നിശബ്ദത. ആ ആളുടെ പേര് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൾ പറഞ്ഞു, ശാലിനി. ആ പേര് കേട്ട നിമിഷം ഹാളിലൊരു അസാധാരണ നിശബ്ദത പടർന്നു. വിക്രമിന്റെ മുഖത്ത് ആശ്ചര്യവും അസ്വസ്ഥതയും ഒരുമിച്ച് തെളിഞ്ഞു. ശാലിനിയോ എന്ന സംശയം അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ. ചുറ്റുമിരുന്നവർ തമ്മിൽ തമ്മിൽ നോക്കി. ആരാണീ ശാലിനി എന്ന ചോദ്യത്തോടെ ജിയ വീണ്ടും മൈക്ക് പിടിച്ചു. കണ്ണുകളിൽ ഉറച്ച ഒരു തീരുമാനം. നിങ്ങൾ ആരും അറിയാത്ത ഒരാൾ. ആ വാക്കുകൾ വായുവിൽ തങ്ങി നിൽക്കുമ്പോൾ ആരാണ് ആ ശാലിനി? എന്താണ് അവളുടെ കഥ
എന്ന ആകാംക്ഷയുടെ ഭാരത്തിൽ ഹാൾ മുഴുവൻ നിശബ്ദമായി നിന്നു. ഹാളിൽ പടർന്നു നിന്ന ആ നിശബ്ദത അപ്പോഴും പിരിയാതെ കട്ടപിടിച്ചു നിൽക്കുമ്പോൾ ജിയ പറഞ്ഞ ശാലിനി എന്ന പേര് ഓരോരുത്തരുടെയും മനസ്സിൽ അനിശ്ചിതത്വമായി വളർന്നുകൊണ്ടിരുന്നു. അവതാരകൻ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന ശേഷം സ്വയം നിയന്ത്രിച്ച് മൈക്കെടുത്തു. ശാലിനി ഇവിടെ ഉണ്ടെങ്കിൽ വേദിയിലേക്കൊന്ന് വരാമോ എന്ന് വിളിച്ചപ്പോൾ ഹാളിന്റെ പിന്നിൽ നിൽക്കുകയായിരുന്ന ഒരു പെൺകുട്ടി പതുക്കെ മുന്നോട്ട് നടന്നു. പഴകിയ വസ്ത്രം, കാലുകളിൽ ചെരുപ്പില്ല, പക്ഷേ കണ്ണുകളിൽ ഒരു ഭയത്തോടൊപ്പം ഉറച്ച ആത്മവിശ്വാസവും. അവൾ ഓരോ ചുവടും വെക്കുമ്പോൾ ആ വലിയ ഹാളിന്റെ ഭംഗിക്ക് നടുവിൽ അവളൊരു അന്യമായ സത്യമായി തോന്നി. ആളുകൾ തമ്മിൽ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, ഇതാണോ അവൾ പറഞ്ഞ ശാലിനി? ചിലരുടെ മുഖത്ത് പരിഹാസവും ചിലരുടെ കണ്ണുകളിൽ സംശയവും തെളിഞ്ഞു. പക്ഷേ ജിയയുടെ കണ്ണുകളിൽ മാത്രം ഒരു അഭിമാനം, ഒരു സ്നേഹം, ഒരു കരുതൽ. അവൾ ശാലിനിയെ നോക്കി നിൽക്കുമ്പോൾ ആ ബന്ധത്തിന് മറ്റാരും കാണാത്ത ഒരു ആഴമുണ്ടെന്ന് തോന്നിച്ചു. ശാലിനി സ്റ്റേജിൽ കയറി. മൈക്ക് കയ്യിൽ പിടിച്ചപ്പോൾ അവളുടെ വിരലുകൾ അല്പം വിറച്ചു. അവൾ ഒരു നിമിഷം ഹാളിനെ നോക്കി, പിന്നെ ജിയയെ നോക്കി. എനിക്ക് വലിയ രീതിയിൽ സംസാരിക്കാൻ അറിയില്ല, പക്ഷേ ജിയ പറഞ്ഞത് സത്യമാണ് എന്ന് മൃദുവായി പറഞ്ഞപ്പോൾ ആ ലളിതമായ വാക്കുകൾ ഹാളിൽ പടരാൻ തുടങ്ങിയെങ്കിലും അതിനു മുൻപേ തന്നെ ഒരു കഠിനമായ ശബ്ദം ആ നിമിഷത്തെ തകർത്തു. മതി, നിന്നോട് സംസാരിക്കാൻ ആരാ പറഞ്ഞത്? വിക്രം വർമ്മ പെട്ടെന്ന് എഴുന്നേറ്റു. അദ്ദേഹത്തിന്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. വിക്രം നേരെ സ്റ്റേജിലേക്ക് നടന്നു. ഓരോ ചുവടിലും ദേഷ്യം വ്യക്തമായിരുന്നു. സ്റ്റേജിൽ കയറി ശാലിനിയുടെ മുന്നിൽ അദ്ദേഹം നിന്നു. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്ന് കർശനമായി പറഞ്ഞപ്പോൾ ആ വാക്കുകൾ ഒരു നിർദ്ദേശമല്ലായിരുന്നു, ഒരു ശാസനയായിരുന്നു. ജിയ വിറച്ച് മുന്നോട്ടു വന്നു. അച്ഛാ, ദയവായി എന്ന് അപേക്ഷിച്ചപ്പോൾ വിക്രം കൈ ഉയർത്തി തടഞ്ഞു. നീ മിണ്ടരുത് ജിയ, ഇവൾ ആരാണെന്ന് നിനക്കറിയാമോ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം ഒരു കുറ്റപ്പെടുത്തലായി മുഴങ്ങി. ജിയയുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് അറിയാം അച്ഛാ, ഇവൾ എന്ന് പറഞ്ഞു തുടങ്ങുന്നതിനു മുന്നേ അദ്ദേഹം വീണ്ടും തടഞ്ഞു. മതി, ഇത് നിനക്കുള്ള വേദിയല്ല, ഇറങ്ങു പുറത്ത് എന്ന് ശാലിനിയോട് കടുപ്പമായി അദ്ദേഹം പറഞ്ഞു. ആ നിമിഷം ശാലിനിയുടെ കണ്ണുകളിൽ ഒരു വേദന തെളിഞ്ഞെങ്കിലും അവൾ പ്രതികരിച്ചില്ല. അവൾ തലകുനിച്ച് നിൽക്കുമ്പോൾ ജിയ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ, ഇവളെ അപമാനിക്കരുത്, ഇവൾ എന്റെ ടീച്ചറാണ് എന്ന വാക്ക് ഹാളിൽ മുഴങ്ങിയതോടെ എല്ലാവരും വീണ്ടും അമ്പരന്നു. ചിലർ തമ്മിൽ തമ്മിൽ നോക്കി ചിരി ഒളിപ്പിക്കാൻ ശ്രമിച്ചു, ചിലർ വിസ്മയത്തോടെ നിന്നു. വിക്രം പരിഹാസത്തോടെ ചിരിച്ചു. ഇവളോ, നിന്റെ ടീച്ചറോ എന്ന് ചോദിച്ചപ്പോൾ ആ ചിരിയിൽ തന്നെ ഒരു അവഗണന നിറഞ്ഞിരുന്നു. ജിയ തലകുനിച്ചു, കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. അതെ അച്ഛാ, ഇവൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് അവൾ പറഞ്ഞപ്പോൾ വിക്രം അത് കേൾക്കാൻ തയ്യാറായില്ല. ഇത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് കടുപ്പത്തോടെ അദ്ദേഹം പറഞ്ഞു. ജിയ വിങ്ങിക്കരഞ്ഞു. എനിക്കൊരു അവസരം തരൂ അച്ഛാ, അരമണിക്കൂർ മാത്രം, ഞാൻ എല്ലാം പറയാം എന്നവൾ അപേക്ഷിച്ചപ്പോൾ ഒരു നിമിഷം വിക്രം നിശബ്ദനായി നിന്നെങ്കിലും അദ്ദേഹത്തിന്റെ മുഖം അപ്പോഴും കടുപ്പം നിറഞ്ഞതായിരുന്നു. ആ നിമിഷം ശാലിനി മൈക്ക് പതുക്കെ താഴെ വെച്ചു. ജിയെ നോക്കി. നീ പറയേണ്ടത് പറയേ, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് അവൾ മൃദുവായി പറഞ്ഞു. പിന്നെ ആരെയും നോക്കാതെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. ജിയ ശാലിനിയോട് പോകരുത് എന്ന് പറഞ്ഞ് കരഞ്ഞെങ്കിലും അവൾ തിരിഞ്ഞു നോക്കിയില്ല. ആ നടത്തത്തിൽ ഒരു വേദനയും ഒരു ആത്മാഭിമാനവും ഒരുമിച്ചുണ്ടായിരുന്നു. ഹാൾ മുഴുവൻ ഒരു അസ്വസ്ഥമായ നിശബ്ദതയിൽ മുങ്ങി. ജിയ വീണ്ടും മൈക്കെടുത്തു. കൈകൾ വിറച്ചുകൊണ്ടിരിക്കുമ്പോഴും അവളുടെ കണ്ണുകളിൽ ഒരു ഉറച്ച തീരുമാനം തെളിഞ്ഞു. ചെറുപ്പം മുതലേ എന്റെ ജീവിതം പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ നല്ലതായിരുന്നു. വലിയ വീട്, എല്ലാ സൗകര്യങ്ങളും, എനിക്കെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ളിൽ ഒരു പേടിയുണ്ടായിരുന്നു എന്ന് അവളുടെ വാക്കുകൾ ഹാളിൽ തങ്ങി നിന്നു. വിക്രം താഴെ നിന്ന് എല്ലാം കേട്ടുകൊണ്ടിരുന്നു. മുഖം കടുപ്പത്തിൽ തന്നെ, പക്ഷേ കണ്ണുകളിൽ ഒരു ചെറിയ മാറ്റം. എന്റെ അച്ഛൻ വളരെ കർക്കശക്കാരനായിരുന്നു. ഓരോ കാര്യത്തിനും സമയം, ഓരോ കാര്യത്തിനും നിയമം, ഒരു തെറ്റും അനുവദിക്കാത്ത ഒരു ജീവിതം എന്നവൾ പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദത്തിൽ ഒരു പഴയ വേദന കേൾക്കാമായിരുന്നു. പഠിക്കാൻ കഴിയാതെ വന്നാൽ ശിക്ഷയുണ്ടായിരുന്നു, ചിലപ്പോൾ വാക്കുകൾ കൊണ്ട്, ചിലപ്പോൾ സംസാരിക്കാതെ. ആ നിശബ്ദത എനിക്ക് സഹിക്കാൻ പറ്റാത്തതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു ദിവസം എനിക്ക് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഹാളിൽ വീണ്ടും നിശബ്ദത പടർന്നു. എവിടേക്കാണ് പോകുന്നത് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഓടിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഞാനൊരു തെരുവിലെത്തിച്ചേർന്നു. അവളുടെ ശബ്ദം മൃദുവായി. അവിടെ ചില കുട്ടികളിരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മുന്നിൽ ഒരു പെൺകുട്ടി, അവൾ ശാലിനി എന്ന് പറഞ്ഞപ്പോൾ ഹാളിലെ ഓരോ കണ്ണും അവളിലേക്ക് കേന്ദ്രീകൃതമായി. ശാലിനിക്ക് വലിയ സൗകര്യങ്ങളൊന്നുമില്ല,
പക്ഷെ അവൾ പഠിപ്പിക്കുന്നതിൽ ഒരു ആത്മാർത്ഥതയുണ്ടായിരുന്നു. ഞാൻ അവളെ നോക്കി നിന്നു. അപ്പോൾ എനിക്ക് ആദ്യമായി പഠിക്കണമെന്ന ആഗ്രഹം തോന്നി എന്ന അവളുടെ വാക്കുകൾ ഹാളിൽ പതിഞ്ഞു. ഞാൻ അവളോട് എന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അവൾ ആദ്യം എന്നെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. നിന്റെ സ്ഥലം അവിടെയാണ് എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചയച്ചു. പക്ഷേ എനിക്ക് എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ മനസ്സില്ലായിരുന്നു. ഞാൻ വീണ്ടും അവളെ തേടിപ്പോയി, വീണ്ടും വീണ്ടും. ഒടുവിൽ അവൾ സമ്മതിച്ചു. അവളുടെ ശബ്ദത്തിൽ ഒരു നന്ദിയുണ്ടായിരുന്നു. ആരും കാണാതെ രാത്രി സമയത്ത് അവൾ എന്റെ വീട്ടിലേക്ക് വരും, എന്നെ പഠിപ്പിക്കും. ഞാൻ അവൾക്ക് കുറച്ച് പൈസ കൊടുത്തിരുന്നു. ആദ്യം അവൾ വാങ്ങാൻ തയ്യാറായില്ല. പക്ഷെ ആ പണം കൊണ്ട് അവിടെയുള്ള കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അവൾ അത് സ്വീകരിച്ചു. ഹാളിലിരുന്നവർ മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നു. അവൾ എനിക്ക് ഓരോ വിഷയങ്ങളും പഠിപ്പിച്ചു തന്നു. പക്ഷേ അതിനേക്കാൾ ഉപരി എങ്ങനെ പഠിക്കണമെന്നാണ് അവൾ പഠിപ്പിച്ചത്. പിന്നെ പതിയെ ഞാൻ മാറി തുടങ്ങി, ഞാൻ പഠിക്കാൻ തുടങ്ങി, ഞാൻ മനസ്സിലാക്കി തുടങ്ങി എന്ന അവളുടെ വാക്കുകൾ പതുക്കെ ഉറപ്പായി മാറി. പക്ഷെ അടുത്ത നിമിഷം അവളുടെ ശബ്ദം വീണ്ടും ഇടറി. പക്ഷേ ഒരു ദിവസം എല്ലാം മാറി എന്ന വാക്കുകൾ കേട്ടപ്പോൾ ഹാളിൽ വീണ്ടും ഉറ്റുനോക്കുന്ന നിശബ്ദത. അന്ന് രാത്രി പതിവ് പോലെ അവൾ വന്നിരുന്നു. ഞങ്ങൾ പഠിക്കുകയായിരുന്നു. അപ്പോൾ ജിയുടെ കണ്ണുകൾ താഴ്ന്നു. അമ്മ ഞങ്ങളെ കണ്ടു. ആ വാക്കുകൾ ഹാളിൽ പതിഞ്ഞ നിമിഷം എല്ലാവരും ഒരുമിച്ച് ശ്വാസം പിടിച്ചു നിന്നു. ആ സത്യം ഇനി എന്ത് രൂപമെടുക്കുമെന്ന് അറിയാൻ കാത്തു നിൽക്കുന്ന ഒരു സംഘർഷഭരിതമായ നിമിഷം. അമ്മ ഞങ്ങളെ കണ്ടു എന്ന് പറഞ്ഞ ജിയ നിർത്തിയപ്പോൾ ആ രാത്രിയുടെ ഓരോ നിമിഷവും വീണ്ടും അവളുടെ മുന്നിൽ തെളിഞ്ഞു. ജിയ പറയുന്നത് കേൾക്കാൻ ഹാളിലിരുന്ന എല്ലാവരും നിശബ്ദമായി നിന്നു. പക്ഷേ അവൾ കണ്ടത് അവരുടെ മുഖങ്ങളല്ല. ആ ദിവസം അവളുടെ മുറിയുടെ വാതിൽക്കൽ നിൽക്കുന്ന ജാനകിയമ്മയുടെ മുഖമായിരുന്നു. ഞാനും ശാലിനിയും പുസ്തകങ്ങൾ തുറന്നിരിക്കുമ്പോൾ പെട്ടെന്ന് വാതിൽ തുറന്ന് അമ്മ അകത്തു വന്നു. ആദ്യം അമ്മയുടെ കണ്ണുകളിൽ ഞെട്ടലായിരുന്നു. പിന്നെ അതിനെ മറികടന്ന് ഒരു കടുപ്പം. ജിയ, ഇതെന്താണ്? ഇവൾ ആരാണ് എന്ന ശബ്ദം കേട്ടപ്പോൾ എന്റെ കൈകൾ വിറച്ചു. ഞാൻ എന്ത് പറയണമെന്നറിയാതെ നിന്നു. ശാലിനി പിന്നോട്ട് ഒരു ചുവട് നീങ്ങി. ഞാൻ പോകാം എന്ന് മൃദുവായി പറഞ്ഞപ്പോൾ ഞാൻ അവളുടെ കൈ പിടിച്ചു. ഇല്ല, നീ പോകരുത് എന്ന് പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു. കാരണം ആ നിമിഷം അവൾ പോയാൽ എന്റെ ജീവിതം തന്നെ വീണ്ടും ഇരുട്ടിലാകുമെന്ന് എനിക്കറിയാമായിരുന്നു. അമ്മ വീണ്ടും ചോദിച്ചു, ഇവൾ ആരാണെന്ന്. അമ്മയുടെ ശബ്ദത്തിൽ കോപമുണ്ടായിരുന്നു. പക്ഷേ അതിനൊപ്പം ഒരു ആശങ്കയും. ഞാൻ വാക്കുകൾ കണ്ടെത്താൻ ശ്രമിച്ചു. അമ്മ, ഇവൾ എന്നിടത്ത് എന്റെ ശബ്ദമിടറി. ശാലിനി മുന്നോട്ട് വന്ന് തല കുനിച്ചു പറഞ്ഞു, ഞാൻ തെരുവിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ്. ജിയെ. അവൾ പറയാൻ വന്നത് പൂർത്തിയാക്കാൻ അവൾക്കായില്ല. ഞാൻ ഉടനെ പറഞ്ഞു, അമ്മ, ഇവൾ എന്നെ പഠിപ്പിക്കുകയാണ്. എനിക്ക് ഒന്നും മനസ്സിലായിരുന്നില്ല. ഞാൻ പഠിക്കാൻ തുടങ്ങിയത് ഇവളെ കണ്ടതിനു ശേഷമാണ്. എന്റെ വാക്കുകൾ വേഗത്തിൽ പുറത്തു വന്നു. കാരണം ഞാൻ വല്ലാതെ പേടിച്ചിരുന്നു. അമ്മ ഇപ്പോൾ തന്നെ എല്ലാം അവസാനിപ്പിക്കുമോ എന്ന് ഞാൻ ഭയന്നിരുന്നു. അമ്മ എന്നെ ഒന്ന് നോക്കി, പിന്നെ ശാലിനിയെ നോക്കി. അച്ഛൻ അറിഞ്ഞാൽ എന്താകുമെന്ന് നിനക്കറിയാമോ എന്ന അമ്മയുടെ ചോദ്യം എന്റെ ഉള്ളിൽ ഒരു പേടിയായി വീണു. ഞാൻ ഉടനെ അമ്മയുടെ കൈ പിടിച്ചു. അമ്മ, ദയവായി അച്ഛനോട് പറയരുത്. എനിക്ക് പഠിക്കണം, എനിക്ക് കഴിയും എന്ന് ഞാൻ അപേക്ഷിച്ചു. അത് ഒരു സാധാരണ അപേക്ഷയല്ലായിരുന്നു. എന്റെ മുഴുവൻ ജീവിതവും മാറ്റാനുള്ള ആഗ്രഹത്തോടെയുള്ള അപേക്ഷയായിരുന്നു. അമ്മ കുറച്ചുനേരം ഒന്നും പറഞ്ഞില്ല. പിന്നെ പതുക്കെ കസേരയിലിരുന്നു. അമ്മ ആഴത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഒരു അമ്മയായി അവർക്ക് എന്താണ് ശരിയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു നിമിഷം. ഞാൻ അമ്മയെ നോക്കി. ശാലിനി നിശബ്ദമായി നിൽക്കുകയായിരുന്നു. ആ നിമിഷം എനിക്ക് സമയം തന്നെ നിലച്ചതുപോലെ തോന്നി. ഒടുവിൽ അമ്മ തലയുയർത്തി. നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ഞാൻ നിങ്ങളെ ഒരിക്കലും തടയില്ല എന്ന വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ശ്വാസം തിരികെ കിട്ടിയതുപോലെ തോന്നി. ഞാൻ ഉടനെ അമ്മയുടെ കൈ പിടിച്ചു. അമ്മ എന്ന് വിളിച്ചു. എന്റെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അമ്മ വീണ്ടും പറഞ്ഞു, ഇത് ഒരിക്കലും അച്ഛൻ അറിയരുത്. അച്ഛൻ ഒരിക്കലും ശാലിനിയെ പോലൊരാളെ ഈ വീട്ടിൽ കയറ്റാൻ സമ്മതിക്കില്ല. ആ നിമിഷം മുതൽ ഞങ്ങളുടെ ജീവിതം ഒരു രഹസ്യമായി മാറി. ആ ദിവസത്തിനു ശേഷം ഓരോ രാത്രിയും എനിക്ക് ഒരു പുതിയ അർത്ഥം നൽകി. വീട്ടിലെ എല്ലാം നിശബ്ദമായ ശേഷം, എല്ലാവരും ഉറങ്ങിയ ശേഷം അമ്മ തന്നെ വാതിൽ തുറന്നു കൊടുക്കും. ശാലിനി പതുക്കെ അകത്തു കയറും. എന്റെ മുറിയിൽ ചെറിയൊരു വിളക്ക് മാത്രം. പുസ്തകങ്ങൾ തുറന്നു കിടക്കും. ഇത് മനസ്സിലായോ എന്നവൾ ചോദിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഇല്ല എന്ന് മറുപടി പറഞ്ഞിരുന്നു. പക്ഷേ അവൾ ഒരിക്കലും ദേഷ്യപ്പെട്ടില്ല. ധൃതി വേണ്ട, മനസ്സിലാക്കണം എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു പഠിപ്പിക്കും. ചില ദിവസങ്ങളിൽ ഞാൻ ക്ഷീണിച്ചു പറയും, എനിക്ക് പറ്റുന്നില്ല എന്ന്. അപ്പോൾ അവൾ ചിരിക്കും. നിനക്ക് പറ്റും, നീ ശ്രമിക്കേ എന്ന് പറയാറുണ്ട്.
ആ വാക്കുകൾ എനിക്കൊരു ശക്തിയായി മാറി. ഞാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു, വീണ്ടും വീണ്ടും പഠിച്ചു. അമ്മ പല രാത്രികളിലും വാതിലിനരികിൽ നിന്ന് ഞങ്ങളെ നോക്കി. അമ്മയുടെ കണ്ണുകളിൽ ഒരു പേടിയും പക്ഷേ അതിനൊപ്പം തന്നെ ഒരു വിശ്വാസവും ഉണ്ടായിരുന്നു. ഒരു ദിവസം അമ്മ മുറിയിലേക്ക് കയറി വന്നു. എന്റെ തലയിൽ കൈവച്ച് ചോദിച്ചു, ക്ഷീണമില്ലേ മോളെ? പക്ഷേ ഞാൻ അന്നേരം ചിരിച്ചു. ഇപ്പോൾ ഇല്ല അമ്മേ, എനിക്കെല്ലാം മനസ്സിലായി തുടങ്ങി, ഞാൻ പഠിച്ചു തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മ ശാലിനിയോട് നന്ദി പറഞ്ഞു. ശാലിനി ഉടനെ തലയാട്ടി. അമ്മേ, നന്ദി പറയേണ്ടത് ഞാനാണ്, എനിക്ക് ഇവളെ പഠിപ്പിക്കാൻ ഒരു അവസരം തന്നതിന്. കാരണം എനിക്ക് ലഭിക്കാത്ത ഒരു അവസരം തന്നെയാണ് ഇവൾ എനിക്ക് നേടിത്തന്നത്. പിന്നീട് എന്റെ ജീവിതം പതുക്കെ മാറി തുടങ്ങി. ഞാൻ പേടിച്ച് മടി പിടിച്ചിരുന്ന കുട്ടിയല്ല, പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയായി മാറി. സ്കൂളിൽ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു. അധ്യാപകർ ചോദിച്ചു തുടങ്ങി, നിനക്ക് നല്ല മാറ്റമുണ്ടല്ലോ മോളെ എന്ന്. ഞാൻ ഒരു ചിരി മാത്രമാണ് അതിന് മറുപടിയായി നൽകിയത്. കാരണം ആ സത്യം ഞാൻ പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. വീട്ടിൽ അച്ഛൻ എന്നെ നോക്കി. ഞാൻ ഇപ്പോൾ നന്നായി പഠിക്കുന്നു എന്നത് അച്ഛന്റെ മുഖത്തും സന്തോഷം നിറച്ചു. എന്റെ മനസ്സിൽ ഒരു വേദന. ഇത് എന്റെ മാത്രം കഴിവല്ല എന്ന് അച്ഛനോട് പലപ്പോഴും പറയണമെന്ന് എന്റെ മനസ്സ് കൊതിച്ചു. പക്ഷേ ഞാൻ മിണ്ടിയില്ല. അമ്മ എന്നെ നോക്കി. അമ്മയുടെ കണ്ണുകളിൽ ഒരു പിന്തുണയുണ്ടായിരുന്നു. പരീക്ഷയുടെ ദിവസങ്ങൾ അടുത്തെത്തിയപ്പോൾ എന്റെ ജീവിതം മുഴുവൻ പഠനത്തിലേക്ക് മാറി. രാത്രികൾ നീണ്ടു. ശാലിനി ഓരോ വിഷയവും വീണ്ടും വീണ്ടും പഠിപ്പിച്ചു. ഇത് അവസാന ചുവടാണ്, നീ ഇത് മറികടക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഉറച്ച വിശ്വാസം തോന്നി. പരീക്ഷകൾ കഴിഞ്ഞ ദിവസം ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് ഭയമാണെന്ന്. അവൾ എന്റെ കൈ പിടിച്ചു. നീ നിന്റെ ഭാഗം ഭംഗിയായി ചെയ്തില്ലേ, ഇനി ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ആ വാക്കുകൾ എനിക്ക് ഒരു ശാന്തതയായി തോന്നി. ഫലം വന്ന ദിവസം എന്റെ ഹൃദയം ശക്തമായി മിടിച്ചിരുന്നു. അച്ഛൻ ഫലം നോക്കി. ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ പറഞ്ഞു, ജിയ, നീ സ്റ്റേറ്റ് ടോപ്പറാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ചു. ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ആദ്യം നോക്കിയത് അമ്മയെയാണ്. പിന്നെ ശാലിനിയുടെ മുഖം എന്റെ മനസ്സിൽ തെളിഞ്ഞു. എന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. കാരണം ആ വിജയം എന്റെ മാത്രമല്ലായിരുന്നു. ജിയ ഹാളിലേക്ക് നോക്കി. എല്ലാവരും അവളെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ അമ്മയുടെ ധൈര്യം കൊണ്ടും ശാലിനിയുടെ പരിശ്രമം കൊണ്ടുമാണ് എന്നവൾ പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദം വിങ്ങി. പക്ഷേ അവളുടെ മനസ്സ് ശാന്തമായി. കാരണം അവൾ ആദ്യമായി തന്റെ സത്യം എല്ലാവർക്കും മുന്നിൽ തുറന്നു പറഞ്ഞു. ആ നിമിഷം അവളുടെ ജീവിതം മാത്രമല്ല മാറിയത്, അവളെ ചുറ്റിപ്പറ്റിയിരുന്നവരുടെ ചിന്തയും മാറാൻ തുടങ്ങി. വേദിയിൽ ജിയ പറഞ്ഞ ഓരോ വാക്കും ഹാളിലെ ഓരോരുത്തരുടെയും മനസ്സിൽ പതിഞ്ഞു നിൽക്കുമ്പോൾ വിക്രം വർമ്മയുടെ ഉള്ളിൽ ഒരുപാട് കാലം കെട്ടിപ്പിടിച്ചിരുന്ന അഹങ്കാരം പതുക്കെ പൊളിഞ്ഞുകൊണ്ടിരുന്നു. ഇതുവരെ തന്റെ മകളുടെ വിജയത്തെ സ്വന്തം പരിശ്രമത്തിന്റെ ഫലമായി മാത്രം കണ്ടിരുന്ന അദ്ദേഹം ആദ്യമായി താൻ കാണാതെ പോയത് എന്താണ് എന്ന ചോദ്യവുമായി ഒറ്റപ്പെട്ടു നിന്നു. ജിയയുടെ കണ്ണുകളിൽ തെളിഞ്ഞ സത്യം, ജാനകിയുടെ മൃദുവായ പക്ഷേ ഉറച്ച വാക്കുകൾ, ശാലിനിയുടെ നിശബ്ദമായ ആത്മാഭിമാനം, ഇവയെല്ലാം ചേർന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു വലിയ സംഘർഷം സൃഷ്ടിച്ചു. ഞാനൊരു നല്ല അച്ഛനായിരുന്നോ എന്ന ചിന്ത അദ്ദേഹത്തെ തകർത്തുകൊണ്ടിരുന്നു. ഹാളിൽ അപ്പോഴും ഒരു അസ്വസ്ഥമായ നിശബ്ദത തുടരുകയായിരുന്നു. ആരും സംസാരിച്ചില്ല. കാരണം എല്ലാവരും കേട്ടത് ഒരു വിജയകഥയല്ല, ഒരു സത്യമായിരുന്നു. അപ്പോൾ വേദിയുടെ വശത്തു നിന്ന് ജാനകി വീണ്ടും മുന്നോട്ട് വന്നു. ഇത്തവണ ജാനകിയുടെ കൂടെ ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. ഹാളിലെ എല്ലാ കണ്ണുകളും ഒരുമിച്ച് അവരിലേക്ക് തിരിഞ്ഞു. ആ പെൺകുട്ടി ഒറ്റ നോട്ടത്തിൽ തന്നെ മറ്റെല്ലാ സമ്പന്ന കുട്ടികളെയും പോലെ ആണെന്ന് തോന്നി. നന്നായി അലക്കിത്തേച്ച സ്കൂൾ യൂണിഫോം, മുടി കൃത്യമായി ഇരുവശങ്ങളിലും മെടഞ്ഞിട്ടിരിക്കുന്നു, കാലുകളിൽ ചെരുപ്പും കയ്യിൽ പുതിയൊരു ബാഗും. അവളുടെ നടത്തത്തിൽ ആത്മവിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ അതിനൊപ്പം ഒരു നിശബ്ദത. ആരാണിത് എന്ന ചോദ്യവുമായി ആളുകൾ തമ്മിൽ നോക്കി. ചിലർ വീണ്ടും വീണ്ടും അവളുടെ മുഖം ശ്രദ്ധിച്ചു. കാരണം അവളുടെ മുഖത്ത് എന്തോ ഒരു പരിചിതത്വമുണ്ടായിരുന്നു. ജിയ ആ പെൺകുട്ടിയെ നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. പക്ഷേ ഇത്തവണ ആ കണ്ണുനീരിൽ ദുഃഖമായിരുന്നില്ല, ഒരു ഉറച്ച തീരുമാനത്തിന്റെ തിളക്കം. അവൾ മൈക്ക് വീണ്ടും കയ്യിലെടുത്തു. ഹാളിൽ വീണ്ടും നിശബ്ദത പടർന്നു. ഇവൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന അവളുടെ ചോദ്യം വായുവിൽ നിറഞ്ഞപ്പോൾ ആരും മറുപടി പറഞ്ഞില്ല. പക്ഷേ അവരെല്ലാവരുടെയും മുഖത്ത് ഒരു സംശയമുണ്ടായിരുന്നു. ജിയ ഒരു നിമിഷം നിശബ്ദമായി നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, ഞാൻ ഇടുന്ന യൂണിഫോമും എന്റെ ജീവിതത്തിന്റെ ആഡംബരങ്ങളും ഒരുമിച്ചാൽ ഒരാളെ തിരിച്ചറിയാൻ പോലും പ്രയാസമാകുന്നു അല്ലേ? അവളുടെ ശബ്ദം മൃദുവായിരുന്നെങ്കിലും ഓരോ വാക്കും ഹാളിൽ വ്യക്തമായി കേട്ടു. ഇത് കുറച്ചു മുമ്പ് വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ശാലിനിയാണ് എന്ന അവളുടെ വാക്ക് ഹാളിൽ ഒരു ഞെട്ടലായി പടർന്നു.
ആ നിമിഷം ചിലർ അമ്പരന്ന് മുന്നോട്ട് നോക്കി, ചിലർ വിശ്വസിക്കാൻ കഴിയാതെ വീണ്ടും നോക്കി. അവൾ തന്നെയാണോ ഇവൾ എന്ന സംശയം അവരുടെ മുഖങ്ങളിൽ വ്യക്തമായി. കാരണം അവർ കുറച്ചു നേരം മുമ്പ് കണ്ട ശാലിനി ഇതല്ലായിരുന്നു. വേഷം മാറിയപ്പോൾ അവർ കണ്ടത് ഒരു വേറിട്ട വ്യക്തി പോലെ. ജിയുടെ ശബ്ദം ഇത്തവണ കൂടുതൽ ഉറപ്പോടെ ഉയർന്നു. ഒരു വേഷം കൊണ്ട് ഒരാൾക്ക് അംഗീകാരം കിട്ടുമെങ്കിൽ ഈ നിമിഷം നിങ്ങൾ എല്ലാവരും ശാലിനിയെ അംഗീകരിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ഇവൾ ധരിച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള വേഷമാണ്. അവളുടെ വാക്കുകൾ കേട്ട് ചിലർ തലകുനിച്ചു, ചിലരുടെ മുഖത്ത് ലജ്ജ തെളിഞ്ഞു. നിങ്ങളുടെ മനസ്സിലെ സമ്പന്നതയ്ക്ക് ഇതല്ലേ അർത്ഥം എന്ന ചോദ്യം ഹാളിൽ മുഴങ്ങുമ്പോൾ ആർക്കും മറുപടി പറയാനായില്ല. ജിയ ഒരു നിമിഷം ശ്വാസം പിടിച്ചു നിന്നു. പിന്നെ വീണ്ടും പറഞ്ഞു, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്താലാണ് ഇവളുടെ കഴിവുകൾ സ്വന്തമാക്കാനാവുക? ആ വാക്കുകൾ ഹാളിലൊരു ഇടിയൊച്ചയായി പതിഞ്ഞു. ആ ചോദ്യത്തിന് ആർക്കും മറുപടിയില്ലായിരുന്നു. കാരണം കഴിവ് വാങ്ങാനാവാത്തതാണ്, മനസ്സ് പണത്തിന് കീഴടങ്ങാത്തതാണ്. ആ സത്യം ആ നിമിഷം എല്ലാവർക്കും വ്യക്തമായി. വിക്രം താഴെ നിന്നുകൊണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നനഞ്ഞിരുന്നു. ആദ്യമായി അദ്ദേഹം തന്റെ ജീവിതത്തിലെ വലിയ തെറ്റ് മനസ്സിലാക്കി. പണം കൊണ്ട് എല്ലാം നേടാമെന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. പക്ഷേ തന്റെ മകളുടെ ഹൃദയം പോലും മനസ്സിലാക്കാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന സത്യം അദ്ദേഹത്തെ തലകുനിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു പശ്ചാത്താപം വളർന്നു. ഞാൻ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്ന ചിന്ത അദ്ദേഹത്തെ തകർത്തുകൊണ്ടിരുന്നു. ആ സമയത്ത് ജാനകി മൈക്ക് കയ്യിലെടുത്തു. എന്റെ ഭർത്താവ് എനിക്കും മോൾക്കും വിലയേറിയ സൗകര്യങ്ങളും സമ്മാനങ്ങളും നൽകി. പക്ഷേ സ്വന്തം മകൾക്ക് എന്താണ് വേണ്ടത് എന്നത് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അവളുടെ വാക്കുകൾ നേരെ വിക്രമിന്റെ മനസ്സിലേക്ക് കുത്തിക്കയറി. പക്ഷേ അതിൽ കുറ്റപ്പെടുത്തലില്ല, സത്യം മാത്രം. ജിയമോൾക്ക് ഞങ്ങളുടെ വലിയ വീട്ടിൽ കഴിയുന്നതിനേക്കാൾ സന്തോഷം കിട്ടിയത് തെരുവു കുട്ടികളോടൊപ്പം ഇരുന്ന് പഠിക്കുന്നതിലും അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നതിലുമായിരുന്നു. അവളുടെ ശബ്ദം അല്പം വിങ്ങി. ആ സന്തോഷം ഞാൻ കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു. പിന്നെ ആ സന്തോഷത്തിന് വേണ്ടി ഞാൻ അവളുടെ കൂടെ നിന്നു എന്ന് പറഞ്ഞപ്പോൾ ജിയ അമ്മയെ നോക്കി. കണ്ണുകളിൽ നന്ദി നിറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് ജിയമോൾ നിങ്ങൾ കാണുന്ന ഈ വിജയത്തിലേക്ക് എത്തിയത്. ജാനകി തുടർന്നു. അതിന് കാരണം ഈ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് ജാനകി ശാലിനിയെ നോക്കി. ആ നിമിഷം എല്ലാവരുടെയും കണ്ണുകൾ ശാലിനിയിലേക്കായി. ഇത്തവണ അവരുടെ കണ്ണുകളിൽ പുച്ഛമായിരുന്നില്ല, ഒരു ബഹുമാനം, ഒരു തിരിച്ചറിവ്. ആ നിമിഷം വിക്രം പെട്ടെന്ന് മുന്നോട്ട് വന്നു. സ്റ്റേജിലേക്ക് കയറുന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ ജിയും ജാനകിയും ശാലിനിയും ഒരേപോലെ അമ്പരന്നു. അവരുടെ കണ്ണുകളിൽ ഭയം. ഇനി എന്താണ് സംഭവിക്കുക എന്ന അനിശ്ചിതത്വം. പക്ഷേ അടുത്ത നിമിഷം അദ്ദേഹം ചെയ്തത് ആരും പ്രതീക്ഷിക്കാത്തതായിരുന്നു. വിക്രം ഒരു നിമിഷം പോലും മടിക്കാതെ മുന്നോട്ട് വന്നു. ജിയെയും ജാനകിയെയും ശാലിനിയെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. എനിക്ക് തെറ്റുപറ്റി എന്ന വാക്കുകൾ അദ്ദേഹത്തിന്റെ വിങ്ങിയ ശബ്ദത്തിൽ പുറത്തു വന്നപ്പോൾ ആ വേദി മുഴുവൻ വികാരഭരിതമായി മാറി. അദ്ദേഹത്തിന്റെ ശബ്ദം പൂർണ്ണമായും പുറത്തു വന്നില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണുനീർ എല്ലാം പറയുന്നുണ്ടായിരുന്നു. ജിയ കരഞ്ഞുകൊണ്ട് അച്ഛനെ ചേർത്ത് പിടിച്ചു. ജാനകിയുടെ കണ്ണുകളും നിറഞ്ഞു. ശാലിനി പോലും വിങ്ങിപ്പോയി. ആ നിമിഷം അവർ 3 പേരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ ബന്ധം പണം കൊണ്ടോ സ്ഥാനം കൊണ്ടോ അളക്കാൻ കഴിയാത്ത ഒന്നായി മാറി. ഹാളിൽ ആരും കൈയടിച്ചില്ല, ആരും ശബ്ദമുണ്ടാക്കിയില്ല. കാരണം ആ നിമിഷം എല്ലാവരുടെയും ഉള്ളിൽ എന്തൊക്കെയോ പുതിയ പാഠങ്ങൾ നിറഞ്ഞിരുന്നു. ഒരു അച്ഛന്റെ അഹങ്കാരം തകർന്ന നിമിഷമായിരുന്നു അത്. ഒരു മകളുടെ സത്യം ജയിച്ച നിമിഷം. ഒരു സാധാരണ പെൺകുട്ടിയുടെ മൂല്യം ലോകം തിരിച്ചറിഞ്ഞ നിമിഷം. അവിടെ നിന്നാണ് അവരുടെ ജീവിതം ഒരു പുതിയ വഴിയിലേക്ക് തിരിഞ്ഞത്. വേദിയിൽ വിക്രം വർമ്മ ജിയെയും ജാനകിയെയും ശാലിനിയെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ച നിമിഷം ഹാളിലെ ഓരോരുത്തരുടെയും മനസ്സിൽ പതിഞ്ഞു നിന്നു. അതൊരു സാധാരണ ക്ഷമാപണ നിമിഷമല്ലായിരുന്നു. ഒരാൾ തന്റെ ജീവിതത്തെ തന്നെ തിരുത്താൻ തയ്യാറാകുന്ന നിമിഷമായിരുന്നു അത്. വിക്രത്തിന്റെ കണ്ണുകളിൽ നിന്നൊഴുകുന്ന കണ്ണുനീർ വെറും വികാരമായിരുന്നില്ല. അതുവരെ അദ്ദേഹം പിടിച്ചുപറ്റിയിരുന്ന അഹങ്കാരത്തിന്റെ അവസാന തുള്ളികളായിരുന്നു. ജിയ അച്ഛനെ ചേർത്ത് പിടിച്ചു നിൽക്കുമ്പോൾ അവളുടെ ഉള്ളിൽ വർഷങ്ങളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഭയങ്ങളും വേദനകളും പതുക്കെ അലിഞ്ഞുപോയി. ജാനകി ആ കാഴ്ച കണ്ടു നിന്നപ്പോൾ അവരുടെ മുഖത്ത് ഒരു ശാന്തമായ നിറവ്. ഇതാണ് വേണ്ടിയിരുന്നത് എന്നൊരു നിശബ്ദ സമ്മതം. ശാലിനി ആ ചേർത്തുപിടുത്തത്തിനുള്ളിൽ നിൽക്കുമ്പോൾ അവൾക്ക് അതൊരു അംഗീകാരമല്ല, ഒരു ബഹുമാനമായിരുന്നു. അവളുടെ ജീവിതം ആദ്യമായി ആരൊക്കെയോ തുറന്നു കണ്ട ഒരു നിമിഷം. ആ ചടങ്ങ് കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് മടങ്ങിയ വിക്രം ഒരുപാട് നേരം മിണ്ടാതെയിരുന്നു. ആ വലിയ വീടിന്റെ ഓരോ കോണും അദ്ദേഹത്തോട് എന്തൊക്കെയോ പറയുന്നത് പോലെ. ഒരിക്കൽ ആ വീട് അദ്ദേഹത്തിന് അഭിമാനമായിരുന്നു, പക്ഷേ ഇന്ന് അത് ശൂന്യമായി തോന്നി.
ഞാൻ എന്താണ് നഷ്ടപ്പെടുത്തിയത് എന്ന ചിന്ത അദ്ദേഹത്തെ വിട്ടുമാറിയില്ല. ജാനകി പതുക്കെ വിക്രമിന്റെ അടുത്തേക്ക് വന്നു. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മൃദുവായി പറഞ്ഞപ്പോൾ വിക്രം അവളെ ഒന്ന് നോക്കി. എനിക്ക് എന്റെ മകളെ പോലും ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഒരു നൊമ്പരമുണ്ടായിരുന്നു. ജാനകി ഒന്ന് ചിരിച്ചു. ഇപ്പോൾ മനസ്സിലായില്ലേ, അത് മതി എന്ന അവളുടെ വാക്കുകൾ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ആശ്വാസമായി പതിഞ്ഞു. ജിയ ദൂരെ നിന്ന് അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ പേടിയില്ല, ഒരു ആശ്വാസം നിറഞ്ഞ വിശ്വാസമായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ വിക്രം തന്റെ ജീവിതം പതുക്കെ മാറ്റാൻ തുടങ്ങി. ഒരിക്കൽ പണം സമ്പാദിക്കാൻ മാത്രം ഓടിയിരുന്ന അദ്ദേഹം ഇപ്പോൾ സമയം കണ്ടെത്തി ജിയയോടൊപ്പം ഇരിക്കാൻ തുടങ്ങി. അവൾ പഠിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കി. അവളുടെ ചിന്തകളെല്ലാം കേട്ടു മനസ്സിലാക്കി. ഇതെങ്ങനെ പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ ജിയ ചിരിച്ചുകൊണ്ട് ശാലിനി പഠിപ്പിച്ചതാണ് എന്ന് പറയും. അദ്ദേഹം തലയാട്ടും. ആ പേര് ഇപ്പോൾ അദ്ദേഹത്തിന് അന്യമായിരുന്നില്ല, മറിച്ച് ബഹുമാനത്തോടെ കേൾക്കേണ്ട ഒരു പേരായി മാറി. ശാലിനിയോടും അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. ആദ്യം അവൾക്ക് മുന്നിൽ നിൽക്കാൻ പോലും മടിച്ചിരുന്ന അദ്ദേഹം ഇപ്പോൾ അവളുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടു തുടങ്ങി. നീ ചെയ്യുന്നത് വലിയ കാര്യമാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ശാലിനി പതുക്കെ ചിരിച്ചു. ഞാൻ ചെയ്യുന്ന കാര്യം വളരെ ചെറുതാണ് സർ, പക്ഷേ അതിനൊരു മഹത്വമുണ്ട് എന്ന അവളുടെ മറുപടി അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ഒരു ദിവസം വിക്രം ശാലിനിയോടും ജിയോടും പറഞ്ഞു, നമുക്കിതൊന്ന് വലുതാക്കിയാലോ? ആദ്യം അവർക്ക് അത് മനസ്സിലായില്ല. എന്ത് എന്ന് ജിയ ചോദിച്ചപ്പോൾ വിക്രം പറഞ്ഞു, നീയും ശാലിനിയും തുടങ്ങിയ ഈ പഠനത്തെ ഒരു വലിയ സ്കൂളാക്കി മാറ്റിയാലോ? പഠിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് ഒരു അവസരം നൽകിയാലോ? ആ വാക്കുകൾ കേട്ടപ്പോൾ ജിയയുടെ കണ്ണുകൾ നിറഞ്ഞു. ശാലിനി നിശബ്ദമായി നിന്നു. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത് സാധ്യമാണോ എന്ന ചോദ്യം അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു. വിക്രം മൃദുവായി പറഞ്ഞു, ഇത്തവണ ഞാൻ പണം കൊണ്ട് ഒരു കെട്ടിടമുണ്ടാക്കുന്നില്ല, ഒരു ജീവിതമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്ന വാക്കുകൾ അവരുടെ മനസ്സിൽ ഒരു പുതിയ പ്രതീക്ഷയായി വളർന്നു. ആ തുടക്കം വളരെ ലളിതമായിരുന്നു. വലിയ ആഡംബരമൊന്നുമില്ല. ചെറിയ ഒരു സ്ഥലത്ത് കുറച്ചു കുട്ടികൾ, ചില പഴയ ബെഞ്ചുകൾ, പുസ്തകങ്ങൾ. പക്ഷേ അതിൽ ഒരു ആത്മാവുണ്ടായിരുന്നു. ജാനകി എല്ലാം ശ്രദ്ധിച്ചു. കുട്ടികൾക്ക് ഭക്ഷണമൊരുക്കി, ആ കെട്ടിടം വൃത്തിയായി സൂക്ഷിച്ചു. ജിയ അവരോടൊപ്പം ഇരുന്ന് പഠിച്ചു, ചിരിച്ചു, അവരിൽ ഒരാളായി മാറി. ശാലിനി തന്റെ മുഴുവൻ മനസ്സോടെ മറ്റു കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് മുന്നേറി. അവളുടെ ഓരോ വാക്കും കുട്ടികളുടെ ജീവിതത്തിൽ ഒരു മാറ്റമായി മാറി. വിക്രം ഇതെല്ലാം കണ്ടു നിന്നപ്പോൾ അദ്ദേഹം ആദ്യമായി ഒരു യഥാർത്ഥ സന്തോഷം അനുഭവിച്ചു. ഒരിക്കൽ വലിയ കരാറുകൾ നേടിയപ്പോൾ ലഭിച്ച സന്തോഷത്തെക്കാൾ വലിയൊരു ശാന്തത. കാലം കടന്നുപോയി. ആ ചെറിയ ശ്രമം പതുക്കെ വളർന്നു. കൂടുതൽ കുട്ടികൾ എത്തിത്തുടങ്ങി. ചിലർ വിശപ്പോടെ, ചിലർ പഠിക്കാനുള്ള ആഗ്രഹത്തോടെ. പക്ഷേ എല്ലാവരും പല കാരണങ്ങളാൽ അവിടെ തന്നെ തുടർന്നു. അവിടെ കിട്ടുന്ന സ്നേഹം. വിക്രം ഇത്തവണ പണം മാത്രമല്ല നൽകിയത്, സമയം നൽകി. അദ്ദേഹം കുട്ടികളോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അവരുടെ കഥകൾ കേട്ടു. ഒരു കുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു, സർ, നിങ്ങളും ഇങ്ങനെയാണോ പഠിച്ചിരുന്നത്? അദ്ദേഹം ഒരു നിമിഷം ഒന്ന് ചിരിച്ചു. ഇല്ല, പക്ഷേ ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന മറുപടി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ചിത്രം വരച്ചു കാട്ടി. ആ വർഷം കഴിഞ്ഞപ്പോൾ അവർ ആ സ്കൂളിന്റെ ആദ്യ വാർഷികം ആഘോഷിക്കാൻ തീരുമാനിച്ചു. വലിയ ഹാളില്ല, വലിയ ലൈറ്റുകളില്ല, പക്ഷേ ഒരു ചെറിയ വേദി. കുട്ടികളുടെ ചിരി നിറഞ്ഞ, അവരുടെ ആത്മവിശ്വാസം നിറഞ്ഞ ഒരു വേദി. അതായിരുന്നു ആ ആഘോഷം. ഓരോ കുട്ടിയും വേദിയിൽ കയറി സംസാരിച്ചു. ചിലരുടെ ശബ്ദം വിങ്ങിയിരുന്നു, ചിലർ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് സംസാരിച്ചു. പക്ഷേ എല്ലാവരുടെയും കണ്ണുകളിൽ ഒരു പ്രകാശമുണ്ടായിരുന്നു. ശാലിനി പിന്നിൽ നിന്ന് നോക്കി. ജിയ അവളുടെ കൈ മുറുകെ പിടിച്ചു. ജാനകി ശാന്തമായി എല്ലാം കണ്ടുകൊണ്ടിരുന്നു. വിക്രം മുന്നിലിരുന്ന് കൈയടിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നനഞ്ഞിരുന്നു. അവസാനം വിക്രം സ്റ്റേജിലേക്ക് കയറി. കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ മൃദുവായി പറഞ്ഞു, ഞാൻ ഒരിക്കൽ കരുതിയത് പണം കൊണ്ട് എല്ലാം നേടാമെന്നാണ്. പക്ഷേ അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. കഴിവും സ്നേഹവും വിശ്വാസവും അവ പണം കൊടുത്ത് നേടാനാവില്ല. അദ്ദേഹത്തിന്റെ ശബ്ദമൊന്നിടറി. എന്റെ മകൾ എന്നെ പഠിപ്പിച്ചു, എന്റെ ഭാര്യ എന്നെ പിന്തുണച്ചു, പക്ഷേ എന്നെ മാറ്റിയത്. അദ്ദേഹം ശാലിനിയിലേക്ക് നോക്കി. ഈ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഹാളിൽ എല്ലാവരും ശാലിനിയെ നോക്കി കൈയടിച്ചു. ആ നിമിഷം ജിയ ശാലിനിയെ ചേർത്ത് പിടിച്ചു. ജാനകി അവരെ നോക്കി. വിക്രം താഴെ ഇറങ്ങി കുട്ടികളുടെ ഇടയിലിരുന്നു. ആ നിമിഷം അവരുടെ ജീവിതം മാത്രമല്ല മാറിയത്, അവരുടെ ചുറ്റുമുള്ള പല ജീവിതങ്ങളും മാറാൻ തുടങ്ങി. ഒരു പെൺകുട്ടിയുടെ സത്യസന്ധത, ഒരു അമ്മയുടെ മനസ്സിലാക്കൽ, ഒരു അച്ഛന്റെ തിരിച്ചറിവ്, ഇവ ചേർന്നപ്പോൾ ഒരു കഥ മാത്രമല്ല, ഒരു ജീവിത പാഠമായി മാറി.
കഥ ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ കഥയിൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ നിങ്ങളിലൂടെ ജീവിക്കട്ടെ.